ഭൂമിയുടെ മന്ത്രിയായിരിക്കുക എന്ന് കേൾക്കുമ്പോൾ രസമാണ്. പക്ഷേ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ജോലി അതാണ്. പട്ടയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലൊരു പട്ടയ മിഷൻ രൂപീകരിച്ചു. 140 നിയോജക മണ്ഡലത്തിലും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ എല്ലാ MLA മാരും ചെയർമാന്മാരായി ആ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് നിങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ ഇനി പട്ടയം കിട്ടേണ്ട ആരെങ്കിലും ബാക്കിയുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം, അതിൻ്റെ വിശദാംശങ്ങൾ രേഖാമൂലം വാങ്ങിയെടുത്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലെയും പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ദീർഘമായിട്ടുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഒരു പൊതു പ്ലാറ്റ്ഫോം കേരളത്തിലുണ്ടായി. അതൊരു ചെറിയ കാര്യമല്ല. ആ വിധത്തിൽ പട്ടയവുമായി ബന്ധപ്പെട്ട താലൂക്ക് ലാൻഡ് ബോർഡിലെ പ്രശ്നങ്ങൾ തീർക്കുക, LTയിലെ പ്രശ്നങ്ങൾ തീർക്കുക, ഇങ്ങനെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെയും ഭൂപതിവ് നിയമത്തിൻ്റെയും സാധ്യതകളിൽ നിന്നുകൊണ്ട് പരമാവധി പ്രയോജനപ്പെടുത്താനും, ജനങ്ങൾക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഭൂപതിവ് നിയമം ദീർഘമായിട്ടുള്ളൊരു കാലത്തിന് ശേഷം ഭേദഗതി വരുത്തി ജനങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുവരാനും ഉൾപ്പെടെ നടത്തിയ പരിശ്രമങ്ങൾ ഭൂമി വിതരണവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഏടാണ്.